ലംഘയതേ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോനിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീദക്ഷിണാമൂർത്തയേ. നമ്മളിന്ന് ദശകം 14ലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് വളരെ ചെറിയൊരു ദശകമാണ്. 11 അക്ഷരമുള്ള. ആദ്യത്തെ വരിയിൽ 11 അക്ഷരവും ബാക്കി 1-3 വരികളിൽ 11, 2-4 വരികളിൽ 12 അക്ഷരവും വരുന്ന ഒരു വൃത്തമാണ് വസന്തമാലിക. അതിന്റെ ലക്ഷണം പറയുന്നത് വിഷമേ സസജം ഗഗം സമത്തിൽ സഭരേപം ച വസന്തമാലിക. വിഷമേ സസജംഗം 3 ഗണങ്ങളും പിന്നെ അവസാനം 2 ഗുരുക്കളും ചേർന്ന് 11 അക്ഷരം ആദ്യത്തെ വരിയിൽ. രണ്ടാമത്തെ വരിയിൽ സഗണം, ഭഗണം, രഗണം, ഭഗണം, യഗണം, അങ്ങനെ 4 ഗണങ്ങൾ ചേർന്ന് 12 അക്ഷരം. 3 12. അങ്ങനെയുള്ളൊരു ചെറിയ വൃത്തമാണ്. കപിലാവതാരം ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ തൃതീയ സ്കന്ധത്തിലുള്ളതാണ്. 21 തൊട്ടുള്ള അധ്യായങ്ങൾ. പിന്നെ കാപിലം എന്നും പറഞ്ഞു വരും. ആദ്യം കപില മഹർഷിയുടെ ജനനമൊക്കെ പറഞ്ഞിട്ട് അതൊരു 3 ദശകത്തിൽ പറയും. 21, 22, 23. വൃത്തത്തിന്റെ പേരെന്താ? ഏതാ? 12 ശമന വൃത്തത്തിന്റെ പേര്? ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം. തൃതീയ സ്കന്ധത്തിൽ വരുന്നതാണ് ഈ കപിലോപാഖ്യാനം. അല്ല, അതിൽ ആദ്യത്തെ 21-ാം ദശകം തൊട്ട് ഈ കപിലന്റെ ജനനം തൊട്ട് തുടങ്ങും. ഹലോ, ഇതേ സംശയം നമുക്ക് അവസാനം ചോദിക്കാം. വസന്തമാലികയാണ്. ലക്ഷണ വൃത്തം വസന്തമാലിക. സംശയമുള്ളത് കുറിച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് അവസാനം അതെല്ലാം കൂടെ ചോദിക്കാം. ഇതാണ് ഈ അവതാരത്തിന്റെ ആദ്യം നമ്മൾ കപിലാവതാരം. ആദ്യത്തെ 14-ാം ദശകം 14 കപിലാവതാരമാണ്. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃത താവകാംഗ്രിയുഗ്മ സമനുസ്മൃത താവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവാംഗജന്മ. സമനുസ്മൃതം എന്നുവെച്ചാൽ വേണ്ട സമ്യക്കായിട്ട് അനുസ്മരിക്കപ്പെട്ട, അതായത് ഭഗവാന്റെ എന്താണ് അനുസ്മരിക്കുക? താവകാംഗ്രിയുഗ്മം. താവകം എന്ന് പറഞ്ഞാൽ അങ്ങയുടേത്. ഇവിടെ ഗുരുവായൂരപ്പന്റെ ആണല്ലോ. അങ്ങയുടെ അംഗ്രിയുഗ്മം. അംഗ്രി എന്ന് വെച്ചാൽ പാദം. പാദത്തിനെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന അതാണ് സമനുസ്മൃത താവക അംഗ്രിയുഗ്മം. യുഗ്മം എന്ന് വെച്ചാൽ ഇരട്ട, 2 കാലുകളെയും, അതായത് പാദസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, നല്ലപോലെ എപ്പോഴും മനസ്സിൽ ആ ഭഗവത് സ്മരണ നിലനിർത്തുന്നതാണ് സമനുസ്മൃത താവകാംഗ്രിയുഗ്മ സമനു. ആരാണത്? നേരത്തെ പറഞ്ഞ സമനു, ആ പ്രസിദ്ധനായ മനു, സ്വയംഭൂ മനു. സ്വയംഭൂ മനു എപ്പോഴും ഭഗവത് സ്മരണയിൽ നിരതനായിരിക്കുന്നു. ഭഗവാൻ തന്നെ ഗീതയിൽ പറയില്ലേ, സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ. നിന്റെ എല്ലാ സ്വധർമ്മങ്ങളും എല്ലാ കർമ്മചലനങ്ങളും എന്നെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള ആ ഭഗവത് നിർദ്ദേശത്തെ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് ഈ സ്വയംഭൂമനു തന്റെ സൃഷ്ടി പ്രക്രിയ ചെയ്യുന്നത്. അതാണ് സമനുസ്മൃത താവക അംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവ അംഗജന്മ. ഈ സ്വയംഭൂമനു എവിടെ നിന്നാണ് ജനിച്ചത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പങ്കജ സംഭവം എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ അംഗം, അവയവത്തിൽ നിന്ന് ജനിച്ചവനാണ് സ്വയംഭൂമനു. അതായത് ശതരൂപയും സ്വയംഭൂമനുമായിട്ട് മാറിയെന്ന് പറഞ്ഞല്ലോ. അതായത് സ്ത്രീ പുംസ രൂപത്തിൽ സൃഷ്ടി പ്രക്രിയ നടത്താൻ വേണ്ടി ബ്രഹ്മാവ് തൻ്റെ ആ ശരീരത്തെ 2ആയിട്ട് വിഭജിച്ചു, സ്വയംഭൂമനുവും ശതരൂപയുമായിട്ട്. അതോടെ വീണ്ടും പറയുന്നതേ ഉള്ളൂ. സമനു പങ്കജ സംഭവ അംഗജന്മ. പങ്കജ സംഭവന്റെ അംഗത്തിൽ നിന്നും ജനിച്ചവനായ സ്വയംഭൂമനു ഭഗവാന്റെ സ്മരണ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ നിലകൊണ്ടു എന്നാണ്. സമനുസ്മൃത താവക അംഗ്രിയുഗ്മ സമനു
പങ്കജ സംഭവങ്കജന്മ. ഈ സമനു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രസിദ്ധി കാണിക്കാനാണ് നമ്മൾ അക്കള്ളൻ എന്ന് പറയത്തില്ല. അക്കള്ളൻ എന്ന് വെച്ചാൽ അതിന് കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാവുന്ന ആളാണെന്ന് കാണിക്കാനാണ് സമനു. പങ്കജ സംഭവങ്കജന്മ നിജമന്തരമന്തരായ ഹീനം. നിജമന്തരം, ഇവിടെ അന്തരം എന്ന് പറയുന്നത് മന്വന്തരം, കാലയളവ്. ഓരോ മനുവിനും അതിൻ്റെതായ കാലയളവ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനാ തൻ്റെ ആ ഭരണകാലം, അതാണ് ഇവിടെ അന്തരം, ആ മന്വന്തരം. അന്തരായ ഹീനം, ഇവിടെ അന്തരായം എന്ന് വെച്ചാൽ തടസ്സം, തടസ്സങ്ങൾ. അതായത് ജീവിതവൃത്തിയിൽ പല തടസ്സങ്ങൾ നമുക്ക് നേരിടുമല്ലോ, അതൊന്നുമില്ലാതെ. ഇതിന്റെ കാരണമാണ് പറയുന്നത് താപത അംഗ്രിയുഗ്മ സമനുസ്മൃത. അതാണ് അതിന്റെ കാരണം. നമ്മൾ നമ്മുടെ ജീവിതമൊക്കെ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് പോയാൽ നമ്മുടെയും തടസ്സങ്ങളൊക്കെ മാറും, അന്തരായഹീനമാവും നമ്മുടെ ജീവിതവും. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാതെ സ്വയംഭൂമനു ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പ്രയോജനം? നമ്മളും അതുപോലെ അനുവർത്തിച്ച് ഗുരുവായൂരപ്പനെ എപ്പോഴും നമ്മുടെ മനോമുകുരത്തിൽ നിർത്തിക്കൊണ്ട് ജീവിക്കണം. അതാണ് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. എല്ലാവർക്കും തരുന്നൊരു ഉപദേശമാണ്. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവങ്കജന്മ നിജം. നിജം എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം അന്തരം, ആ കാലയളവ്, തൻ്റെ ആ ഭരണകാലം ഉണ്ടല്ലോ, അത് അന്തരായ ഹീനം, അന്തരായം ഇല്ലാതെ, അന്തരായ തടസ്സം. ചരിതം തേ കഥയൻ സുഖം നിനായ. എങ്ങനെയാണ് അദ്ദേഹം വർത്തിച്ചത്? ചരിതം തേ കഥയൻ, ഭഗവത് ലീലകളൊക്കെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ട്. അതായിരിക്കണം ഭഗവാൻ ഭാഗവതമൊക്കെ ഇങ്ങനെ കൂടെ കൂടെ വായിക്കുന്നതാണ് ഈ ഭഗവത് കഥകളുടെ കീർത്തനം. അങ്ങനെയൊക്കെയുള്ള ഭഗവത് കഥകൾ കീർത്തിച്ചുകൊണ്ടും ഭഗവാന്റെ ആ ഒരു രൂപം തൻ്റെ മനസ്സിൽ സദാസമയവും വർത്തിച്ചു പാലിച്ചുകൊണ്ടും ആ സ്വയംഭൂമനു തൻ്റെ ആ ജീവിത കാലഘട്ടം വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി എന്നാണ് എൻ്റെ അർത്ഥം. നിജമന്തരമന്തരായ ഹീനം. അന്തരായ ഹീനം എന്ന് വെച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ. ചരിതം തേ ചരിതം, അങ്ങയുടെ ഗുരുവായൂരപ്പന്റെ ചരിതം. കഥയൻ, കഥയെന്ന് വെച്ചാൽ അവിടെ കീർത്തിച്ചുകൊണ്ട്, പറഞ്ഞുകൊണ്ടെന്നല്ല, ഭഗവാന്റെ കഥകളെയൊക്കെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും സുഖം നിനായ, ഒരു അല്ലലുമില്ലാതെ അദ്ദേഹം തൻ്റെ ആ ജീവിതം നയിച്ചു എന്ന് പറഞ്ഞു. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മ സമനു പങ്കജ സംഭവങ്കജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. എളുപ്പമുള്ള ശ്ലോകങ്ങൾ, അത്ര വലിയ കട്ടിയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ട ഹിരണ്യാക്ഷന്റെ പദം പോലെയുള്ള ആ ഒരു ദശകമല്ലിത്, വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. അടുത്ത ശ്ലോകം. സമയേ ഖലു തത്ര കർദ്ദമാക്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാം ആയുധം സമാസിഷേവേ. സമയേ ഖലു തത്ര കർദ്ദമാക്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാം ആയുധം സമാസിഷേവേ. സമയേ ഖലു, ഇവിടെ സ്വയംഭൂമനു തന്റെ രാജ്യം ഇങ്ങനെ സുഖമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, സമയേ ഖലു, ആ തത്ര സമയേ, ആ സമയത്ത്, കർദ്ദമാക്യോ, വേറൊരു പ്രജാപതിയെ പറയുകയാണ്, കർദ്ദമൻ. കർദ്ദമൻ എന്ന് പേരുള്ള ഒരു പ്രജാപതി ഉണ്ടല്ലോ, കർദ്ദമൻ. അദ്ദേഹം എന്താണ്? ദ്രുഹിണശ്ചായഭവ. നേരത്തെ സ്വയംഭൂമനു ദ്രുഹിണൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് തന്നെയാണ്. പങ്കജ സംഭവന്റെ വേറൊരു പര്യായമാണ് ദ്രുഹിണൻ. ദ്രുഹിണന്റെ ഛായ, ഛായ എന്ന് വെച്ചാൽ നിഴലിൽ നിന്നുണ്ടായത്. ഇതെല്ലാം ശരീര ബ്രഹ്മസംബന്ധിയായ ഓരോ ഭാഗത്തു നിന്നും ഓരോരുത്തരും ഉണ്ടായെന്നല്ലേ പറയുന്നത്. അന്നേരം ഇവിടെ കർദ്ദമൻ ഉണ്ടായിരിക്കുന്നത്, കർദ്ദമൻ ഉണ്ടായത് ആ ബ്രഹ്മാവിന്റെ ഛായ എന്ന് വെച്ചാൽ ഇവിടെ നിഴലിൽ നിന്നാണ് ഈ കർദ്ദമന്റെ ഉൽപ്പത്തി പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയത നമ്മൾ നോക്കണ്ട, അതൊക്കെ ഇങ്ങനെ ഓരോ സങ്കല്പത്തിൽ ഇങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ല നിഴലിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ശാസ്ത്രയുക്തിയാക്കി നോക്കിക്കഴിഞ്ഞാൽ പല കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവും. സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ, കാഖ്യം എന്ന് വെച്ചാൽ പേര്, കർദ്ദമൻ എന്ന പേരുള്ള ആ ഒരു പ്രജാപതി തത്ര സമയേ, ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ്? ദ്രുഹിണ ഛായ ഭവ. ഭവ എന്ന് വെച്ചാൽ ഭവിച്ചവൻ,
ജന്മം കൊണ്ടവൻ എന്നുള്ള അർത്ഥമാണ്. ദ്രുഹിണന്റെ നിഴലിൽ നിന്ന് ജന്മം കൊണ്ടവനായ കർദമ പ്രജാപതി തദീയവാച. ഇവിടെ തദീയം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിന്റെയാണ്. ദ്രുഹിണന്റെ കാര്യം പറഞ്ഞില്ലേ, ദ്രുഹിണന്റെ തന്നെ ഛായ എന്നുണ്ടായതുകൊണ്ട് ഇവിടെ തദീയ വാച എന്ന് വെച്ചാൽ ദ്രുഹിണന്റെ തന്നെ നിർദ്ദേശമനുസരിച്ച്, വാക്കനുസരിച്ച്. ദ്രുഹിണൻ ഇവിടെ തദീയം, അദ്ദേഹത്തിൻ്റെതായ വാക്കനുസരിച്ച്, ബ്രഹ്മാവിന്റെ തന്നെ വാക്കനുസരിച്ച് ധൃതസർഗരസോ സൃഷ്ടിപ്രക്രിയയിൽ തൽപരനായിരിക്കുകയാണ്. അതാണ് പ്രജാപതികളെ ഇങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. തനിക്ക് ഒറ്റയ്ക്കിരുന്ന് സൃഷ്ടി ചെയ്യാൻ വയ്യ, സൃഷ്ടികർമ്മമാണല്ലോ ബ്രഹ്മാവിന്. അങ്ങനെ ആ സൃഷ്ടികർമ്മം തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഓരോരോ പ്രജാപതികളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ അവരാണ് ഇങ്ങനെ സൃഷ്ടി നടത്തുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടല്ലോ. അതാണ് ധൃത സർഗരസോ. സർഗരസം എന്ന് വെച്ചാൽ സൃഷ്ടിയിൽ രസികനായിട്ട്, തൽപരനായിട്ട്. അതെങ്ങനെ? തദീയവാച, ബ്രഹ്മാവ് നിർദ്ദേശം കൊടുത്തു, പോയി സൃഷ്ടി ചെയ്തുകൊള്ളാൻ. അതാണ് ധൃതം, ധരിച്ചിരിക്കുന്ന ആ സൃഷ്ടിയിൽ താല്പര്യമുള്ളവനായി. നിസർഗരമ്യം ഭഗവൻ സ്ത്വാം, ഭഗവൻ അല്ലയോ ഭഗവൻ, നിസർഗരമ്യം. ഭഗവാന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ പെട്ടതിന് ഇങ്ങനെ ഭഗവാന്റെ വിശേഷണങ്ങൾ കയറ്റുവേ. നിസർഗരമ്യം, അതായത് യാതൊരു അലങ്കാരവുമില്ലാതെ തന്നെ സ്വയമേ മനോഹരമായിരിക്കുന്ന രൂപമാണ് നിസർഗം. അല്ലേ? നമ്മളൊക്കെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി പല അലങ്കാരങ്ങളും ഒക്കെ ഭഗവാനും വെക്കാറുണ്ട്. പക്ഷെ അല്ലെങ്കിൽ തന്നെയും ഭഗവാൻ സ്വയമേ തന്നെ ആ ചാരു രൂപനാണെന്ന് കാണിക്കാനാണ് നിസർഗരമ്യം. കാളിദാസൻ പറയുന്നില്ലേ, സംസ്കാരം എന്തിന് നിസർഗചാരുവിൽ. അതായത് സ്വയമേ ഭംഗിയുള്ള ഒരു വസ്തുവിന് പിന്നെ അലങ്കാരത്തിന്റെ ആവശ്യമില്ലല്ലോ, ഇല്ലേ? അതുപോലെയാണ് ഇവിടെയും ഭഗവാൻ ഒന്നിന്റെ വൈപീലിയും എല്ലാം ചുടിയൊക്കെ നിൽക്കും, പക്ഷേ ഭഗവാൻ അതല്ലെങ്കിലും നിസർഗ ചാരുവാണ്. അതാണ് നിസർഗരമ്യം. ഭഗവൻ ത്വാം, അങ്ങയെ, അങ്ങനെ ആ നിസർഗരമ്യനായിരിക്കുന്ന അങ്ങയെ ആയുധം സമ. ആയുധം എന്ന് വെച്ചാൽ 10,000 വർഷം, സമ എന്ന് വെച്ചാൽ വർഷം, 10,000 വർഷം ശിക്ഷേവേ സേവിച്ചു എന്ന് പറയാണ്. ഇവിടെ തപസ്സനുഷ്ഠിച്ചു. അതായത് ഇവരുടെ എല്ലാം പണി തപസ്സനുഷ്ഠിക്കുകയാണ്. അതായത് സൃഷ്ടി പ്രക്രിയയ്ക്ക് മുമ്പൊക്കെ ആ മനസ്സിന് ഏകാഗ്രതയും പിന്നെ സൃഷ്ടി ചെയ്ത് വരുന്ന പരമ്പരകളൊക്കെ നന്നാവാനും വേണ്ടിയൊക്കെ അവര് അതിനുള്ളൊരു ശക്തിയൊക്കെ സമാഹരിക്കാൻ വേണ്ടിയാണ് ഈ തപസ്സിന് പോണതേ. അതാണ് ഭഗവൻ ത്വാം ആയുധം. ഭഗവൻ, അവിടെ പദം പിരിക്കണം. ഭഗവൻ ത്വാം ആയുധം സമ. സമ എന്ന് വെച്ചാൽ വർഷങ്ങൾ. 10,000 ഒക്കെ ഒരു നീണ്ട കാലയളവെന്ന് ഉദ്ദേശിച്ചാൽ മതി, അല്ലാതെ എണ്ണി എണ്ണി ഓരോ വർഷവും ചെയ്തതല്ല. ആ കാലയളവ് വളരെ ദീർഘമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആയുധം സമാസിഷേവേ. ഭഗവാനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് 10,000 വർഷം അദ്ദേഹം എന്തിനു വേണ്ടി? ഈ ബ്രഹ്മാവിന്റെ വാക്കനുസരിച്ച് സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടാൻ വേണ്ടി. അതാണ് ഇവിടെ പറയുന്നത്. സമയേ ഖലു തത്ര കർദ്ദമാക്യോ. തത്ര എന്ന് വെച്ചാൽ അവിടെ, ആ സമയത്ത്, അതായത് ഈ സ്വയംഭൂമനു അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കർദ്ദമാക്യോ ദ്രുഹിണ ഛായഭവ തദീയവാച. തദീയം ബ്രഹ്മാവിന്റെ, ദ്രുഹിണന്റെ തന്നെ വാക്കനുസരിച്ച് ധൃതസർഗരസോ, ആ ധർഗരസത്തിൽ ധൃതനായി എന്ന് വെച്ചാൽ അത് വഹിക്കുന്നവനായി, സൃഷ്ടി പ്രക്രിയയിൽ താല്പര്യം വഹിക്കുന്നവനുള്ളവനായി. നിസർഗരമ്യം ഭഗവൻ ത്വാം, സർഗരമ്യം ത്വാം, ത്വാം നിസർഗരമ്യം, ആ നിസർഗരമ്യനായ അങ്ങയെ, അല്ലയോ ഭഗവൻ, ഗുരുവായൂരപ്പനെ ഇടയ്ക്കൊക്കെ വിളിക്കും, അല്ലയോ ഭഗവൻ, ആയുധം സമാസിഷേവേ, 10,000 വർഷങ്ങള് അങ്ങയെ സേവിച്ചല്ലോ. അതാണ് കലു എന്നാദ്യം എഴുതിയിരിക്കുന്നത്. അങ്ങനെ അങ്ങയെ സേവിച്ചല്ലോ എന്ന് പറയുക. സമയേ ഖലു തത്ര കർദ്ദമാക്യോ ദ്രുഹിണ ഛായഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാം ആയുധം സമാസിഷേവേ. 3-ാമത്തെ ശ്ലോകം. അങ്ങനെ ആകുമ്പോൾ ഈ തപസ്സനുഷ്ഠിക്കുമ്പം ഒക്കെ എന്താണ് വരുന്നത്? ആ തപസ്സിന്റെ ഏകാഗ്രതയൊക്കെ കൂടുമ്പോൾ തൻ്റെ ആ മനോമുകുരത്തിൽ ഭഗവത് രൂപം പ്രത്യക്ഷപ്പെടും. അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മൾ മനസ്സിൽ ഏകാഗ്രപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ആ ഭഗവൻ മയമായിട്ട് ഭഗവാനെ നമുക്ക് മുമ്പിൽ കാണാൻ കഴിയും. അതാണ് ഇനി അടുത്ത ശ്ലോകം. ഗരുഡോപരി കാളമേഘകംപ്രം വിലസത് കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മകർദ്ദമായ. ഗരുഡോപരി കാളമേഘകംപ്രം വിലസത് കേളി സരോജപാണിപത്മം
പത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപു ആവിഷ്കുരുഷേ വപുഹു ആവിഷ്കുരുഷേ സ്മ കർദ്ദമായ. കർദ്ദമന്റെ മുമ്പിൽ സാക്ഷാൽ ആ മഹാവിഷ്ണുവിന്റെ ആ മനോഹരമായ രൂപം എപ്പോഴും നമുക്കിങ്ങനെ നാരായണത്ത് കേൾക്കാം. ഓരോന്നും ഇങ്ങനെ മഹാവിഷ്ണു വരുമ്പോൾ ഒക്കെ എൻ്റെ ആ ഒരു വർണ്ണനയും കൂടെ വരുന്നേ. നമുക്കും ആ രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ഗരുഡോപരി, ഭഗവാന്റെ വാഹനം ഗരുഡനാണല്ലോ. ആ ഗരുഡന്റെ ഉപരി മുകളിൽ കയറി കാളമേഘകമ്പ്രം, കാളമേഘം എന്ന് വെച്ചാൽ കറുത്ത മേഘം അല്ലേ, കറുത്ത മേഘം പോലെ. കമ്പ്രം എന്ന് വെച്ചാൽ മനോഹരം എന്നാ. കമ്പ്രം മനോഹരം. അവന്റെ ആ വള്ളത്തോട് വർണ്ണിക്കൂ നല്ലത് രീതി. ഇതുപോലെ തന്നെ വലാഹക ശ്യാമള കോമളാംഗനീ വിലാസി. വലാഹകം എന്ന് വെച്ചാൽ കാർമേഘം. വലാഹക ശ്യാമളം കറുത്തത്. വലാഹക ശ്യാമള കോമളാംഗൻ ഈ വിലാസി വിദ്യുത്സമ ഡംബരംബരൻ. വിദ്യുത്സമം, ഇതിൽ എന്ന് വെച്ചാൽ മഴമേഘം അല്ല, മഴ മിന്നൽ അതുപോലെയുള്ള ആ വസ്ത്രം പട്ട് തടുത്തവൻ അല്ലെ. വിദ്യുത്സമ ഡംബര അമ്പരം, അമ്പരം വസ്ത്രമാണേ. അതുപോലെ മനോഹരമായ ഡംബരമായിരിക്കുന്ന ആ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഭഗവാനെ വള്ളത്തോട് വർണ്ണിക്കില്ലേ. വലാഹക ശ്യാമള കോമളാംഗനീ വിലാസി വിദ്യുത്സമഡംബരംബരൻ സുലാല്യ വേണു ഉജ്ജ്വലവാണി പല്ലവൻ. സുലാല്യ വേണു ഉജ്ജ്വലം, ആ സുലാല്യം ലാവരാലിൽ ലാളിക്കപ്പെടുന്ന ആ ഓടക്കുഴലുണ്ടല്ലോ ഭഗവാന്റെ ആ വേണു, അതൊക്കെ ഇങ്ങനെ പിടിച്ച് സുലാല്യ വേണുജ്വല പാണി പല്ലവൻ. അങ്ങനെയൊക്കെയുള്ളൊരു വർണ്ണനയാണ് ഇവിടെയും പറയുന്നത്. ഗരുഡോപരി കാളമേഘകമ്പ്രം, കാളമേഘം പോലെ മനോഹരമായി ആ ഗരുഡന്റെ പുറത്ത് കയറി വിലസത് കേളി സരോജ പാണി പത്മം. അന്നേരം ഭഗവാന്റെ ഒരു കയ്യിൽ താമര ഇരിപ്പുണ്ടല്ലോ, ശ്വേത താമര. ആ താമര ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ച് അതെങ്ങനെയാണ് കേളി വിലസത് കേളി സരോജം, ഒരു കളിത്താമരയായിട്ട് ഭഗവാന്റെ ആ കയ്യിൽ ഇങ്ങനെ ഒരു കളിക്കോപ്പായിട്ടാണ് ഈ താമര വെച്ചിരിക്കുന്നതായിട്ടാണ് ഭാഗവതത്തിലൊക്കെ പറയുന്നതും ഇവിടെയും. വിലസത് കേളി സരോജ പാണിപത്മം, ഭഗവാന്റെ പാണി തന്നെ പത്മമാണ്. അതിൽ തന്നെ വേറൊരു താമര പിടിച്ചിരിക്കുകയാണ് കളിയായിട്ട്. അതാണ് അങ്ങനെ വിലസുന്ന ആ താമര കയ്യിലേന്തിയിരിക്കുന്ന ഭഗവാൻ. അതാണ് വിലസത് കേളി കേളി എന്ന് വെച്ചാൽ കളിയായി ലീലയായിട്ട് ഒരു വെൺതാമര കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഭഗവാൻ. അതാണ് വിലസത് കേളി സരോജ പാണിപത്മം. പാണി എന്ന് വെച്ചാൽ കൈ, പത്മം താമര, താമര പോലെ ഇരിക്കുന്ന ആ കൈയോടുകൂടി ഹസിതോല്ലസിതാനനം, ഭഗവാന്റെ പുഞ്ചിരി ഉണ്ടല്ലോ, ആ ഉല്ലസിക്കുന്ന വിടരുന്ന ആ പുഞ്ചിരി മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ആ രൂപമാണ് കർദമന് കാണാറായത്. ഇതാണ് ഹസിതോല്ലസിതാനനം. അന്നെന്ന് വെച്ചാൽ മുഖം അല്ലേ, വായ്, മുഖം. ആ മുഖം ഹസിതോല്ലസിതമാണ്, പുഞ്ചിരി കൊണ്ട് വിടർന്നത്. ഹസിതം പുഞ്ചിരി, പുഞ്ചിരി കൊണ്ട് വിടർന്നിരിക്കുന്ന അവന്റെ പുഞ്ചിരി വളരെ പ്രസിദ്ധമാണ്. നമ്മൾ കേശാദിഭാഗത്തിലൊക്കെ അത് കണ്ടല്ലോ. ഹസിതോല്ലസിതാനനം വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് വപുരാവിഷ്കുരുഷേ സ്മ. വപു ഈ പറഞ്ഞ വപു, വപു എന്ന് വെച്ചാൽ ശരീരം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഗരുഡോപരി കാളമേഘകമ്പ്രം വിലസത് കേളി സരോജവാണി പത്മം ഹസിതോല്ലസിതാനനം, ഇങ്ങനെയുള്ള വപു ആ ശരീരം ആവിഷ്കുരുഷ എന്ന് വെച്ചാൽ കാട്ടിക്കൊടുത്തു. ആർക്ക്? കർദമന്, കർദമായ കർദമന് വേണ്ടി ഭഗവാൻ തൻ്റെ ആ മനോഹരമായ രൂപം കാട്ടിക്കൊടുത്തു, ആവിഷ്കരിച്ചു. അതായത് ഭഗവാൻ കർദമന്റെ മുമ്പിൽ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആവിഷ്കുരുഷേ സ്മ കർദമായ. ഇതൊരു മനോഹര ശ്ലോകങ്ങളാ അല്ലേ. ഗരുഡോപരി കാളമേഘകമ്പ്രം വിലസത് കേളി സരോജ പാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോ. വിഭോ എന്നുള്ള വിളിയാണ്. ഇടയ്ക്കൊക്കെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. ആ ഒരു ഭംഗിയും ആശ്ചര്യവും ഒക്കെ അങ്ങോട്ട് കാണുമ്പോഴേ, വിഭോത്വം അങ്ങ് ആവിഷ്കുരുഷേ സ്മ, വപു ശരീരം, തൻ്റെ ആ സ്വശരീരം ആ കർദമന്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കി. ആ ശ്ലോകത്തിന്റെ താല്പര്യം ഒന്നുകൂടെ കേൾക്കാം. ഗരുഡോപരി കാളമേഘകമ്പ്രം വിലസത് കേളി സരോജ പാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. വപുഹു, വപു ആവിഷ്കുരുഷേ സ്മ,
കർദ്ദമായ. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. നാലാമത്തത് അന്നേരം ഈ ഭഗവത് രൂപം കാണുമ്പോൾ ആ കർദ്ദമന്റെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഭഗവാൻ ഈ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് കർദ്ദമനും ആയിരിക്കുന്നത്. ഇതാണ് സ്തുപതേ പുളകാവൃതായ തസ്മൈ അനുപുത്രീം ദൈതാം നവാപി പുത്രീ കപിലം ജസുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ ഗതോ. ഇതൊക്കെ വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാഗവത്തിലൊക്കെ ആ ഭഗവാന്റെ വർണ്ണനയൊന്നും ഇത്രയൊന്നും അല്ല, കുറച്ചും കൂടെ 3-4 ശ്ലോകത്തിൽ മനോഹര വർണ്ണനയുണ്ട് ഭാഗവത്തി. അത് കഴിഞ്ഞ് കർദ്ദമന്റെ സ്തുതിയോ അതും വർണ്ണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴേ അതിന്റെ ശരിക്കും ഒരു ആസ്വാദനം കിട്ടുന്നത്. ഈ നാരായണീയം കൊണ്ട് നമ്മൾ ഭാഗവതത്തിലേക്ക് പോകണം, അതിലാണ് അതിന്റെ ഒറിജിനലായിട്ട് കിടക്കുന്നത്. ഇത് ചുരുക്കി ഒന്ന് പറയുകയാണ്. സ്തുവതേ പുളകാവൃതായ തസ്മൈ. തസ്മൈ അവനായിക്കൊണ്ട്, അർദ്ധവനായിക്കൊണ്ട്. അർദ്ധവൻ എങ്ങനെയാണ്? പുളകാവൃതനായിരിക്കുകയാണ്. രോമാഞ്ച കഞ്ചുകൻ. ഭഗവാന്റെ ആ മനോമോഹനമായ രൂപം കണ്ട് രോമാഞ്ച കഞ്ചുകനായിട്ട് ഈ കർദ്ദമൻ നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ വന്ന് കാണണം. ഉണങ്ങി ഒക്കെയുള്ള ആ ശരീരം 10,000 വർഷം തപസ്സനുഷ്ഠിച്ച് ഭഗവാൻ തന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ കർദ്ദമന്റെ അവസ്ഥ പട്ടതിരി പറയാണ്. സ്തുപതേ പുളകാവൃതായ തസ്മൈ. പുളകം കൊണ്ട്, ആനന്ദം കൊണ്ടാണ് ഈ പുളകം ഉണ്ടായതേ. അങ്ങനെ ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കർദ്ദമന് എന്ത് ചെയ്തു? വരം കൊടുക്കുകയാണ്. മനുപുത്രീം ദൈതം. കാരണം ഇവിടെ സൃഷ്ടി പ്രക്രിയ നടത്തണ്ടേ. അങ്ങനെ ആ മനുപുത്രിയെ, സ്വയംഭൂ മനുവിന്റെ മകളെ തന്നെയാണ് ഈ കർദ്ദമന് വിവാഹം കഴിച്ചു കിട്ടുമെന്ന് വരം കൊടുത്തു. ആര്? സാക്ഷാൽ ഭഗവാൻ. മനുപുത്രിയും ദൈതാം. ദൈതം എന്ന് വെച്ചാൽ ഭാര്യ. ഭാര്യയായിട്ട് മനുപുത്രിയെ, അതായത് സ്വയംഭൂ മനുവിന്റെ പുത്രി, ആദ്യം പറഞ്ഞല്ലോ സ്വയംഭൂ മനുവിന്റെ ആ പുത്രിയെയും നവാപി പുത്രി, ആ 9 പുത്രിമാരെയും. അതായത് ഈ തപസ്സിന്റെ ഒരു ഫലസൃഷ്ടി വരികയാണ്. 9 പുത്രിമാരെയും ആ സ്വയംഭൂ മനുവിന്റെ ആ മകളായ ദേവഹൂതിയെയും കിട്ടുമെന്ന് ഭഗവാൻ വരം കൊടുത്തു എന്ന് പറയുക. സ്തുപതേ പുളകാവൃതായ മനുപുത്രിയും ദൈതാം. ദൈതാന്ന് വെച്ചാൽ ഭാര്യ. മനുപുത്രിയെ ഭാര്യയായിട്ടും നവാ അപിപുത്രി, നവപുത്രിയും അപി, അതായത് നവ എന്ന് വെച്ചാൽ 9 പുത്രിമാരെയും 9 പുത്രിമാരെയും സ്വയം ദേവഹൂതിയെ ഭാര്യയായിട്ടും കർദ്ദമന് അത് കഴിഞ്ഞിട്ട് എന്താണ്? പശ്ചാത്. ഇത് പോരാ, അതുകൊണ്ട് നിർന്നില്ല. ഇത്രയും പ്രസന്നനായി ഭഗവാൻ. അതുകൊണ്ട് പശ്ചാത്, അതിനുശേഷം സ്വഗതിയും ചാപി അനുഗ്രഹിയ. സ്വഗതി എന്ന് വെച്ചാൽ തൻ്റെ ആ സ്ഥാനത്തേക്കുള്ള വരവ്, അതായത് വൈകുണ്ഠ പ്രാപ്തിയും ഈ കർദ്ദമന് കൊടുത്തു. സ്വഗതി മോക്ഷമാണ് ഇവിടെ. ആ ശരിക്കുള്ള ഗതി അത് മോക്ഷമാണല്ലോ. അതാണ് സ്വഗതിയും ചാപ്പി അനുഗ്രഹിക്കുക. 3 വാക്കുണ്ട് അവിടെ. ചാപ്പി അനുഗ്രഹിക്കുക. ചാന്ന് വെച്ചാൽ അതിൻ്റെ ആണ്. അങ്ങനെ ആ വരവും കൂടെ കൊടുത്തെന്ന്. ഇത് മാത്രമല്ല, 2 വരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്ക വരാനുള്ള, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സ്വരൂപത്തിലെത്താനുള്ള ആ ഒരു അനുഗ്രഹവും എന്താ കഴിഞ്ഞിട്ട് ഭഗവാൻ നിർഗതഹ അഭൂ, ഇവിടുന്ന് പോയി പ്രത്യക്ഷനായി. അദ്ദേഹത്തിന് വരവും കൊടുത്ത് ഭഗവാൻ വേറെ പലർക്കും കൊടുക്കണമല്ലോ വരം. അതുകൊണ്ട് നിർഗതോഭൂ, അവിടുന്ന് യാത്രയായി എന്ന് പറയുകയാണ്. ഈ കർദ്ദമന് ദർശനവും കൊടുത്തു, ഈ 3 വരവും കൊടുത്തു. അത് കഴിഞ്ഞ് ഭഗവാൻ നിർഗതോഭൂ, അവിടുന്ന് മറഞ്ഞു എന്ന് പറഞ്ഞു. സ്തുപതേ പുളകാവൃതായ തസ്മൈ. തസ്മൈ ഇവിടെ കർദ്ദമന്, ആ കർദ്ദമനായിക്കൊണ്ട്. കർദ്ദമൻ പുളകാങ്കനായി നിൽക്കല്ലേ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ. അപ്പോഴത്തേക്കും മനുപുത്രീം ദൈതാം നവാപി പുത്രീ. പിന്നെ കപിലം ച, കപിലനും സുതം സ്വമേവ പറഞ്ഞില്ലേ, അതാ വിട്ടുപോയത്. സ്വമേവ, താൻ തന്നെയായ, അതായത് സാക്ഷാൽ കപിലവാസുദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ദശാവതാരത്തിൽ വരുന്നില്ലെങ്കിലും അതൊരു പ്രധാനപ്പെട്ട അവതാരം. ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. അതാണ് ആ ഭക്തന്മാരുള്ള ഭഗവാന്റെ പ്രിയവേ. ഒരാൾ തപസ് ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ അങ്ങ് അതിലോട്ട് അവതരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, അതിഥിയുടെ തപസ് വാമനായിട്ടൊക്കെ അവതരിച്ച്. അങ്ങനെ ഭഗവാൻ തന്നെ അവതരിക്കും നമ്മുടെ ആ തപസ്സിന്റെ കാഠിന്യം കൂടിയാൽ. അതാണ് കപിലം ജസുതം സ്വമേവ, താൻ തന്നെയായ, എന്താണ് സ്വമേവ, താൻ തന്നെയായ ആ കപിലനെ സുധനായിട്ടും കിട്ടുമെന്ന് വരം കൊടുത്തു. അതാണ് കപിലം ജസുധം സ്വമേവ
പശ്ചാത് അതിനുശേഷം സ്വഗതിയും ചാപ്യനുഗൃഹ്യ സ്വതയും ചാപ് സ്വഗതിയും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് നിർഗതോഭൂ ഭഗവാൻ യാത്രയായി എന്ന് പറയുക. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രി, നവമെന്ന് വെച്ചാൽ 9 പുത്രിമാരെയും കപിലം ജസുതം സ്വമേവ പശ്ചാത് സ്വഗതീം ചാപ്യനുഗൃഹ്യ നിർഗതോഭൂ. സംശയങ്ങളെല്ലാം കുറിച്ച് വെച്ചിരുന്നാൽ മതി, നമുക്ക് സമയം ആവശ്യം പോലും ഉണ്ട്. അതുകൊണ്ട് എല്ലാ സംശയങ്ങളും കുറിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അവസാനം ഇതെല്ലാം പറയാം. 5-ാമത്തെ ശ്ലോകം. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. സമനു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. എന്ത് സംഭവിച്ചു? ഭഗവാൻ അവിടുന്ന് പോയല്ലോ, അതിനുശേഷം സംഭവിച്ച കഥകൾ പറയാണ്. സമനു, ആ മനു ആകട്ടെ ശതരൂപയാ മഹിഷ്യ, മഹിഷിയുടെ ഭാര്യ, നേരത്തെ പറഞ്ഞ ദൈത മഹിഷി, തൻ്റെ ഭാര്യയായ ശതരൂപയുമൊത്ത് ഗുണവത്യാ സുതയാജ ദേവഹൂത്യ, ഗുണവതിയായിരിക്കുന്ന ആ ദേവഹൂതി എന്ന മകളുമൊത്ത്. അതാണ് സമനു ശതരൂപയാ മഹിഷ്യ, ശതരൂപ എന്ന ഭാര്യയോടും ഗുണവതിയായിരിക്കുന്ന ദേവഹൂതി എന്ന ആ മകളോടും ഭവതീരിത നാരദോപദിഷ്ട. അങ്ങനെ ആ കർദമന്റെ അടുക്ക വരാനുള്ള കാരണം എന്താണ്? ഭവതീരിതം, ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്. ഇതൊക്കെ എങ്ങനെ നടക്കും? ഭഗവാൻ നമുക്ക് വരം തന്നു കഴിഞ്ഞാൽ അതിന്റെ മറ്റു കാര്യങ്ങളും കൂടെ ഭഗവാൻ നടത്തിക്കൊള്ളുവേ, അത് ഭഗവാന്റെ ഡ്യൂട്ടിയാണല്ലോ. അതുകൊണ്ടാണ് ഭവതീരിത. ഉടനെ തന്നെ നാരദനെയോ ഒക്കെ പറഞ്ഞു വിട്ട് ഭഗവാൻ അതിൻ്റെതായ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതാണ് ഭവതീരിത, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട നാരദനാൽ ഉപദിഷ്ടൻ. ഉപദിഷ്ടം എന്ന് വെച്ചാൽ ഉപദേശിച്ച്. അന്നേരം ഭഗവാൻ നാരദിന് പ്രേരണ കൊടുക്കും. നേരിട്ട് പോയി ഉപദേശിക്കാൻ പറ്റില്ലല്ലോ, മനസ്സിൽ പ്രേരണ കൊടുക്കും. നമുക്കും അങ്ങനെയൊക്കെയാണ്. ഭഗവത് ഭക്തന്മാർക്ക് ഉള്ളിൽ പല പ്രേരണകളും വരും. നമ്മൾ അതിനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ. അത് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഭഗവത് ഭക്തി എത്ര കാഠിന്യമായിരിക്കണം. നാരദനൊക്കെ അത് പെട്ടെന്ന് കിട്ടും. അതാണ് ഭവതീരിത, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ടവനായ കർദമൻ സമഗാത്. അങ്ങനെയാണ് ഈ സ്വയംഭൂമനു കർദമന്റെ അടുക്ക ചെന്നത്. അതാണ് ഭവതീരിത നാരദോപദിഷ്ട സമഗാത്. ആരാണ് അവിടെ സമഗാത്? മനു അവിടെ എത്തി, കർദമന്റെ സമീപം. സമഗാത് എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു. സമഗാത് കർദമം, കർദമന്റെ അടുക്ക് എത്തിച്ചേർന്നു. സമഗാത് കർദമം. പക്ഷെ കർദമൻ എങ്ങനെയാണ്? ആഗതി പ്രതീക്ഷം, ഇവര് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. നല്ലൊരു വരവും കിട്ടിയിട്ട് ഇരിക്കുക. ഇത്രയും നാളും 10,000 വർഷം തപസ് ചെയ്തതിന്റെ ഒരു പുണ്യഫലം കിട്ടിയല്ലോ. അതായത് ഇതുപോലൊരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇദ്ദേഹം ആഗതി പ്രതീക്ഷം, ഇവരുടെ വരവും കാത്തിരിക്കുന്ന ആ കർദമന്റെ അടുക്ക സമഗാത് എത്തിച്ചേർന്നു. എങ്ങനെ എത്തിച്ചേർന്നു? നാരദനാൽ ഉപദേശിക്കപ്പെട്ടതനുസരിച്ച്. നാരദൻ എങ്ങനെയാണ് ഉപദേശിച്ചത്? ഭഗവാനാൽ പ്രേരിതനായി. ഇതെല്ലാം കണക്റ്റഡാണേ, ഓരോന്നിങ്ങനെ കണക്റ്റഡായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഓരോ ജീവിതയാത്രയും ഇങ്ങനെ ഓരോ കണക്ഷനാണ്. നമുക്കായിട്ട് അതിലൊന്നും വ്യതിയാനം വരുത്താൻ പറ്റില്ല. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവതീരിത. ഈരിത എന്നുള്ളൊരു വാക്കാണ് അവിടെ. ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട. ഭവതീരിത, അങ്ങയാൽ, ഇവിടെ ഗുരുവായൂരപ്പനാൽ പ്രേരിപ്പിക്കപ്പെട്ട നാരദനാൽ ഉപദേശിക്കപ്പെട്ടവൻ ആയ സമനു സമഗാത് കർദമം, ആ കർദമന്റെ അടുക്കെ എത്തിച്ചേർന്നു. കർദമൻ ആഗതി പ്രതീക്ഷം, ഇവരുടെ വരവും കാത്തിരിക്കുന്നവനാണ്. ഇവർക്കൊക്കെ മുനിമാർക്കൊക്കെ ദിവ്യ ദൃഷ്ടി ഉണ്ടല്ലോ, ഇവരൊക്കെ വരുമെന്നൊക്കെ അവർക്കറിയാം. ഇവർക്കും ഇതിൻ്റെതായ ഭഗവത് ജ്ഞാനങ്ങളൊക്കെ അവരിലുണ്ട്. സിദ്ധി സമ്പാദിച്ചവരാണല്ലോ അവരെല്ലാം. പ്രകൃതിയുടെ എല്ലാ ചലനങ്ങളും അവർക്കറിയാം. അതുകൊണ്ട് ഈ സ്വയംഭൂവനു തൻ്റെ അടുക്ക വരുമെന്ന് കർദമന് നേരത്തെ തന്നെ അറിയാം. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ. ദേവഹൂതി എന്ന പേര് ആരുടെ? ഈ സ്വയംഭൂവനുവിന്റെ മകളുടെ പേര്, ശതരൂപയുടെ.
ശതരൂപയുടെയും സ്വയംഭവനുവിന്റെയും മകളുടെ പേര് ദേവഹൂതി. ദേവഹൂതി. ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. ഇനി അന്നേരം ഇവിടെ വന്നു ഇവര് കർദമന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് 6ാമത്തെ ശ്ലോകം. മനുനോപഹൃതം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോത്സവോ ഭവതർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനോപഹൃതം, മനുനാ ഉപഹൃതാം, പദം പിരിക്കണേ, മനുനാ ഉപഹൃതാം, മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമഹാസൗ. അസൗ കർദമ. ഇതാണ് മനുനോപഹൃത. ഉപഹൃത ഉപഹാരമായിട്ടാണ് സ്വയംഭൂവന് കൊണ്ട് കൊടുക്കുന്നതേ തന്റെ മകളെ ഈ താപസന്. ഇതാണ് മനുനാൽ ഉപഹാരമായി കൊടുക്കപ്പെട്ട ദേവഹൂതി. ദേവഹൂതിയെ, ആ ദേവഹൂതിയുടെ ബന്ധം ഒന്നും കൂടെ പെട്ടെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. തരുണീരത്നം, സ്ത്രീകളിൽ രത്നമായിട്ടിരിക്കുന്ന ആ ദേവഹൂതി എന്ന തൻ്റെ മകളെ ഈ സ്വയംഭവനുവിന്റെ മകളെ അവാപ്യ കർദമോത്സവോ, അസൗ കർദമൻ, ആ കർദമൻ സ്വീകരിച്ചിട്ട്, കിട്ടിയിട്ട്, അവാപ്യ നേടിയിട്ട്. ഇങ്ങനൊരു ഭാഗ്യം കിട്ടാനുണ്ടോ? അതായത് ഒരു ഉപഹാരമായിട്ടാണ് സ്വയംഭുവന് കൊണ്ട് എന്ന് കർദമന് കൊടുക്കുന്നത്. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നം അവാപ്യ കർദമോ സസൗ കർദമഃ. തരുണീരത്നം അവാപ്യ അസൗ കർദമ ഭവതർച്ചന നിർവൃതഹാപി. അദ്ദേഹത്തിന് ഈ സന്തോഷമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഭഗവാന്റെ അർച്ചനയിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തനായിട്ടിരിക്കുകയാണല്ലേ. ആ ആത്മഭാവത്തിലിരിക്കുന്ന കർദമന് ഇനി എന്തു സന്തോഷം വരാനുണ്ടെന്നൊരു ചോദ്യം വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഭവതർച്ചന നിർവൃതോപി. അങ്ങയുടെ അർച്ചന എന്നുള്ള ഒറ്റ കർമ്മം കൊണ്ട് ഇദ്ദേഹം പൂർണ്ണ തൃപ്തനാ കർദമൻ. പക്ഷേ തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. പിന്നെയും പ്രസന്നനായി. അതായത് എന്തുകൊണ്ട്? ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ ആ ഒരു ശുശ്രൂഷ രീതിയിലാണ് ഇവരുടെ ജീവിതം പോണതേ. ഭവത അർച്ചന നിർവൃതോപി തസ്യാം. തസ്യാന്ന് വെച്ചാൽ അവളുടെ ദേവഹൂതിയുടെ ദൃഢശുശ്രൂഷണ. ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും സഹധർമ്മിണി ഒരു താപസന്റെ കൂടെ ജീവിക്കണമെങ്കിലുള്ള പ്രയാസം അറിയാമല്ലോ. ആ ഒരു പ്രയാസത്തോടുകൂടി ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ച് ഈ ദേവഹൂതി കഴിഞ്ഞത് കൊണ്ട് അവളിൽ പ്രസന്നനായി എന്ന് പറയാം. അവളിൽ പ്രസന്ന വെച്ചാൽ ഇദ്ദേഹത്തിനും പ്രസാദം ഉണ്ടായി, അദ്ദേഹത്തിനും സന്തുഷ്ടി ഉണ്ടായി ഇവളുടെ ഈ ശുശ്രൂഷ ബലത്തിൽ. അതാണ് പറയുന്നത് ഭവതർച്ചന നിർവൃതോപി. അങ്ങനെ ആണെങ്കിലും, ഭഗവാന്റെ അർച്ചനയിൽ പൂർണ്ണ തൃപ്തനാണെങ്കിലും ഈ തസ്യാം ദേവഹൂതിയുടെ ഗാഠമായ ശുശ്രൂഷ കൊണ്ട് അവളിൽ ഇദ്ദേഹം പ്രസന്നനായി, സന്തോഷം പൂണ്ടവനായി എന്ന് പറയുക. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ. അവാപ്യ എന്ന് വെച്ചാൽ നേടിയിട്ട്. അസൗ കർദമഃ ഭവതർച്ചന നിർവൃതോപി. ഇതൊക്കെ എടുത്ത് പറയുന്നതിനാണ്. ഭഗവന്റെ അർച്ചനയേക്കാൾ വലിയൊരു നിർവൃതി വേറെ ഇല്ല. അത് ആർക്കും നിർവൃതി കിട്ടുന്ന ഒരെണ്ണമാണ്. അത്രയും നിർവൃതി ഇരിക്കുന്ന ഒരാൾക്ക് പിന്നെ നിർവൃതി ഒന്നെന്ന് വെച്ചാൽ ഈ ദേവഹൂതിയുടെ ശുശ്രൂഷയുടെ ബലം കൊണ്ട്. എന്തുമാത്രം നമ്മൾ ഊഹിക്കണം ദേവഹൂതി എത്രമാത്രം അതൊക്കെ ഭാഗവത്തിലുണ്ട്, അവരുടെ ആ ഒരു ജീവിത രീതികളൊക്കെ. അങ്ങനെ ഈ കർദമനെ പ്രസന്നനാക്കി എന്ന് പറയുക. ഭവതർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. പ്രസാദം നേടി എന്ന് പറയുക. പ്രസന്നനായി ഭവിച്ചു ഈ കർദമൻ. ദദൗ പ്രസാദം. മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോത്സവ ഭവതർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. പ്രസാദം വന്നാൽ എന്താ ഗുണമെന്ന് ഭഗവാൻ ഗീതയെ പറയത്തില്ലേ? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോഹ്യാശോ ബുദ്ധി പര്യവതിഷ്ഠതേ. എല്ലാ ദുഃഖങ്ങളും ഈ പ്രസാദം കൊണ്ടില്ലാതാകും, ഭഗവത് പ്രസാദം കിട്ടിയാൽ. അല്ലേ? ഇതാണ് പ്രസാദത്തിന്റെ മഹത്വം. കർദമനെ സംബന്ധിച്ചൊന്നും പ്രശ്നമില്ല, അങ്ങനെ എപ്പോഴും സന്തുഷ്ടനായിട്ട് തന്നെ ഇരിക്കുകയാണ്. എങ്കിലും ഈ ദേവഹൂതിയുടെ ശുശ്രൂഷ കൊണ്ട് അദ്ദേഹം കൂടുതൽ പ്രസന്നനായി. 7ാമത്തെ ശ്ലോകം.
സപുനസ്ത്വതുപാസന പ്രഭാവാൽ ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലോ നവാത്മാ ബഹരത് ദേവപദേഷു ദേവഹൂത്യാ. സപുന സപുന ത്വതുപാസന പ്രഭാവാത് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ. ഈ ശുശ്രൂഷണയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കർദമൻ ദേവഹൂതിയിൽ പ്രസന്നനായി. ഇനി ദേവഹൂതിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? ഭഗവാൻ അല്ലെങ്കിലും വരം കൊടുത്തിട്ടുണ്ടല്ലോ, 9 പുത്രിമാരെയും ഇനി ഒരു മകനെയും വേണമല്ലോ. അതിനുള്ള മാർഗമാണ് ഇനി പറയുന്നത്. സപുന, അദ്ദേഹം വീണ്ടും പിന്നീട് ത്വതുപാസന പ്രഭാവാത്, ഇവരൊക്കെ സിദ്ധന്മാരാണ് ഈ കർദമനൊക്കെ, അങ്ങയെ ഉപാസിച്ചത് കൊണ്ടുള്ള പ്രഭാവം. കർദമന് ഒരുപാട് സിദ്ധികളുണ്ട്. ആ പ്രഭാവം കൊണ്ട് ദയിതാ കാമകൃതേ, ഈ ദേവഹൂതിക്ക് ഇത്രയും നാളൊക്കെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായി കാണും, അങ്ങനെ ഒന്ന് ചുറ്റിയൊക്കെ ഒന്ന് പോണമെന്നൊക്കെ. അതാണ് ദയിതാ കാമകൃതേ കൃതേ വിമാനെ, ഒരു വിമാനം തന്നെ ഉണ്ടാക്കി എന്ന് പറയുകയാണ്. ഇതിനാണ് ദയിതാ കാമകൃതേ, ആ ദയിതയുടെ ഭാര്യയുടെ കാമ ആഗ്രഹത്തിന്റെ പൂർത്തിക്ക് വേണ്ടി, ആഗ്രഹം സാധിക്കാൻ വേണ്ടി. ദയിതാ കാമകൃതേ കൃതേ വിമാനെ, ആ കൃതയുണ്ട് ഇവിടെ. വിമാനം ഉണ്ടാക്കി എന്നുള്ളതാണ് കൃതേ രണ്ടാമത്തത്. മറ്റേത് ആഗ്രഹം, അതായത് ദയിതാ കാമകൃതേ, ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി ആദ്യത്തെ കൃതേ. അതാണ് ദയിതാ കാമകൃതേ, ദേവഹൂതിയുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി കൃതേ വിമാനെ, ഉണ്ടാക്കിയ വിമാനത്തിൽ. ഒരു വിമാനമൊന്നും ഈ യോഗിമാർക്ക് ഉണ്ടാക്കാൻ അവരുടെ യോഗ ആണെന്ന് പറയുന്നല്ലോ ആദ്യം. ഉപാസന പ്രഭാവാത്, എന്ത് സാധിക്കും അവർക്ക് അല്ലേ? യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങ് യോഗി എന്ന് പറയും. യോഗിമാരുടെ സിദ്ധിയൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് എങ്ങനെയാണ്? കായവ്യൂഹം ധരിച്ചു വിഹരിക്കും അവര്. ഒരിടത്ത് തന്നെ ഇരിക്കും, പക്ഷെ വേറൊരു സ്ഥലത്ത്, അതായത് മായാ ശക്തി അവർക്ക് കിട്ടും, എന്തും കാണിക്കാനുള്ള ഒരു പ്രഭാവം അവർക്കുണ്ടാകും സിദ്ധന്മാർക്ക്. പക്ഷെ അതിലൊന്നും അഭിരമിക്കരുത് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അതിനെയെല്ലാം വിട്ടിട്ട് ആ ഈശ്വര സാക്ഷാത്കാരം എന്ന ആ ഭാവത്തിലേക്ക് തന്നെ പോകണം. സിദ്ധിയിൽ ഭ്രമിച്ചു പോയി, ഈശാവാസ്യത്തിലൊക്കെ അത് പറയും, സിദ്ധിയിൽ ഭ്രമിച്ചു പോയാൽ പിന്നെ വലിയ കുഴപ്പമാ ഇല്ലേ, വളരെ കുരുട്ടി പോകുമെന്നാ പറയുന്നത് ഈ വിദ്യയിൽ രമിക്കുന്നവർ. ഇവിടെ എന്തായാലും ഭാര്യയുടെ ആ ഇംഗിതത്തിന് വണങ്ങി അദ്ദേഹം തൻ്റെ ആ തപശക്തിയും ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കൊണ്ട് ഒരു വിമാനം തന്നെ ഉണ്ടാക്കി എന്ന് പറയുക. ഇതാണ് സപുനസ്ത്വതുപാസന. ഉപാസന എന്ന് വെച്ചാൽ ഭഗവാന്റെ ഉള്ള ആരാധന, ആ ബലം, ആരാധനാ ബലം. ഉപാസന പ്രഭാവാത്, അതിൻ്റെ ആ ശക്തി കൊണ്ട് ദയിതാ കാമകൃതേ, ഭാര്യയുടെ കാമത്തിന്റെ സാഫല്യത്തിന് വേണ്ടി കൃതേ വിമാനെ, ഉണ്ടാക്കിയ വിമാനത്തിൽ വനിതാകുല സങ്കുലോ, വനിതാകുലം, ഇവര് ദേവഹൂതിയെ ശുശ്രൂഷിക്കാനുമായിട്ടൊക്കെ ആയിരക്കണക്കിന് സ്ത്രീകളും എല്ലായിട്ടാണ് യാത്രയെ അവർ പോവുക. അതാണ് വനിതാകുലം, കുലം എന്ന് വെച്ചാൽ കൂട്ടം, സങ്കുലം അവരുമായിട്ടെല്ലാം മേളിച്ച് നവാത്മാ. ഇവിടെ നവാത്മാ എന്നുള്ള പ്രയോഗം ചില വ്യാഖ്യാതാക്കള് 9 രൂപം ധരിച്ചു എന്ന് പറയും. പക്ഷെ 9 രൂപം ധരിച്ചതാണ് ശരിക്കും ഭാഗവത്തിലൊക്കെ പറയുന്നത്. പക്ഷെ ചിലർ പറയും ഇദ്ദേഹം നേരെ ഒരു താപസനായിരിക്കല്ലേ, പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പം പരയുമൊത്തൊക്കെ കറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ആ തൻ്റെ വേഷമൊക്കെ മാറ്റണ്ടേ, അതുകൊണ്ട് പുതിയൊരു രൂപം ധരിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഭട്ടതിരി സ്വല്പസ്വാതന്ത്ര്യമായിട്ടൊക്കെ ഭാഗത്തിൽ നിന്ന് വിട്ടും പറയും. അതുകൊണ്ട് നവാത്മാ എന്നുള്ളതിന് 9 രൂപം എന്ന് ഭാഗവും പറയുന്നെങ്കിൽ രണ്ടർത്ഥത്തെ ഇവിടെ നമുക്ക് എടുക്കാം. അതായത് അദ്ദേഹത്തിന്റെ ആ താപസവൃത്തിയൊക്കെ ഉപേക്ഷിച്ച ദേവഹൂതിയുടെ കാര്യം വിശദമായിട്ട് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ദേവഹൂതി കർദമനെയൊക്കെ ശുശ്രൂഷിച്ച് ശരീരം മൊത്തം ഉണങ്ങി മാലിന്യമായി കയറിയെല്ലാം അവിടുത്തെ രീതി അതല്ലേ, ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് പിന്നെ പോയി ഒരു ബിന്ദു സരസിൽ പോയി കുളിക്കാൻ പറഞ്ഞതും. അവിടെ ചെന്ന് കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ആയിരക്കണക്കിന് സ്ത്രീകളിനകത്തിരിക്കുകയാണ് ഈ ദേവഹൂതിയെ ഒരുക്കാനും. ഇങ്ങനെയൊക്കെയുള്ള വർണ്ണനയൊക്കെ ഭാഗവത്തിലുണ്ട്. നല്ല മനോഹരം അതൊക്കെ വായിക്കാനേ. അതൊന്നും ഇവിടെ പറയത്തില്ല, ഇവിടെ അതിൻ്റെ ചുരുക്കം പറയുന്നതേ ഉള്ളൂ. വനിതാകുല സങ്കുലോ നവാത്മാ, 9 രൂപം ധരിച്ചു എന്നെടുത്താൽ മതി. നവാത്മാ, ഈ സ്ത്രീകളുടെ എല്ലാം അങ്ങനെ ഒരുമിച്ചാണ് യാത്ര. ബഹരത് ദേവപദേശു, എവിടൊക്കെ യാത്ര? വിമാനത്തിലല്ലേ പോക്കുന്ന, ദിവ്യ സ്ഥാനങ്ങളിൽ. ദേവപദേശം എന്ന് വെച്ചാൽ എല്ലായിടത്തും പോവാം,
സ്വർഗത്ത് പോവാം, എവിടെയും കറങ്ങുന്ന വിമാനത്തിൽ ഈ ഭാര്യയെയും ഈ സ്ത്രീകളെയും എല്ലാം കൂട്ടി കർദമൻ യാത്രയായി എന്ന് പറയുക. അതാണ് ബഹരത്. ശരിക്കും അങ്ങ് വിഹരിച്ചു. ബഹരദേവപദേശു. അതെല്ലാം ഓരോരുത്തരൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നില്ലേ, അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളിലും കറങ്ങാൻ വേണ്ടി കർദമനൊരു വിമാനം തന്നെ ഉണ്ടാക്കി കൊടുത്തു തൻ്റെ ഭാര്യയ്ക്ക്. അതാണ് ബഹരദേവപദേശു ദേവഹൂത്യ. ആ ദേവഹൂത്യ പരിവാര സമേതമായിട്ട് സ്ത്രീകളുടെ ഒരു കൂട്ടം ആയിട്ടെല്ലാം മേളിച്ച് എല്ലാവിധമായ ലൗകികമായ ആഹ്ലാദങ്ങളെല്ലാം അതിൽ നടന്നു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. സപുനസ്ത്വതുപാസന പ്രഭാവാൽ ദയിതാ കാമകൃതേ ഹൃദേ വിമാനേ വനിതാകുല സങ്കുലോ. വനിതാകുലം ആയിരക്കണക്കിന് സ്ത്രീകളും ഉണ്ട്. അവരുടെ സങ്കുലം എന്ന് വെച്ചാൽ മേളിച്ച് അവരുമായിട്ടെല്ലാം ചേർന്ന് 9 രൂപം ധരിച്ചവനായി നവാത്മാവായി ബഹരത്. എവിടെ? ദേവപതേഷു. ആ ദിവ്യ പദങ്ങളിലൊക്കെ, സ്വർഗം മുതലായിട്ടുള്ള പല ലോകങ്ങളിലുമൊക്കെ കർദമൻ കറങ്ങിക്കാണും. അതാണ് ബഹരത് ദേവപതേഷു ദേവഹൂത്യ. ദേവഹൂത്തിയോട് ഒപ്പം സഞ്ചരിച്ചു. സപുനസ്ത്വതുപാസന പ്രഭാവാൽ ദയിതാ കാമകൃതേ ഹൃദേ വിമാനേ വനിതാകുല സങ്കുലോ നവാത്മാ ബഹരത് ദേവപതേഷു ദേവഹൂത്യ. 8ാമത്തെ ശ്ലോകം. അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണേ. ശതവർഷമതവതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപ വനയാന സമുദ്യുതോപി കാന്താഹിതകൃ ത്വജ്ജനനോത്സുകോ നവാത്സീത്. ശതവർഷമതവതീത്യ സോയം. ശതവർഷം, ഇങ്ങനെ 100 വർഷങ്ങളങ്ങ് കടന്നുപോയി, ഒന്നും അറിഞ്ഞില്ല. വ്യതീത്യ സോയം. ഇത് കടന്നുപോയത് തന്നെ ഇവർ രണ്ടുപേരും അറിഞ്ഞില്ല. അത്രയും ആഹ്ലാദഭരിതരായിട്ടാണ് അവര് ഈ 100 വർഷം കഴിഞ്ഞത് അല്ലേ. വരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം എന്ന് പറയാറില്ലേ. അതായത് ഈ വളരെ ദീർഘമായ കാലയളവും സന്തോഷം കൊണ്ട് വളരെ പെട്ടെന്ന് കഴിയും. അതാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. ചില നല്ല സന്തോഷിച്ചിരിക്കുമ്പോൾ നിമിഷം പെട്ടെന്ന് കടന്നു പോകും. പക്ഷെ കുറച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ, ആശുപത്രി കിടക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് വളരെ ദീർഘമായിട്ട് തോന്നും. അതാണ് അറിവ് അപരപ്രകൃതിക്കധീനമായാൽ നൊടി 1000 ആണ്ടുപോലെ തോന്നും. ഇവിടെ കർദമനും ദേവഹൂതിക്കും 100 വർഷമൊക്കെ വളരെ പെട്ടെന്ന് പോയി. ശതവർഷമതവതീത്യസോയം. അയംസ അവൻ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നവകന്യാസമവാപ്യ ധന്യരൂപ. അങ്ങനെ 9 മക്കളെ കിട്ടി. ഇവരൊരുമിച്ച് ജനിച്ചതായിട്ടൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആണ് അവരുടെ ജനനമൊക്കെ. അതാണ് നവകന്യാസമവാപ്യ. 9 കന്യകമാരെയൊക്കെ നേടിയിട്ട് ഇവരൊക്കെ ധന്യരൂപ. അവരുടെയൊക്കെ വർണ്ണനയൊക്കെ ഉണ്ട്. നല്ല സുന്ദരിമാരായ 9 സ്ത്രീകളാണ് ഈ കർദമന് കിട്ടിയത്. ആ 9 പേരുടെയും പേരൊക്കെ ഭാഗവത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ട്. 9 പേര്. അനസൂയുണ്ട്. അതൊക്കെ ഇനി നമ്മുടെ രാമായണമൊക്കെ വായിക്കുമ്പോൾ അനസൂയയില്ലേ, അത്രി മഹർഷിയുടെ ഭാര്യ. പിന്നെ അങ്കിരസിന്റെ ശ്രദ്ധയുണ്ട്, പുലഹന്റെ ഗതിയുണ്ട്, ഭൃഗുവിന്റെ ഖ്യാതി, പിന്നെ വസിഷ്ഠന്റെ അരുന്ധതി. ഇവരൊക്കെ പ്രധാനപ്പെട്ടവരാ. അത്രി മഹർഷിയുടെയും വസിഷ്ഠന്റെയും. അതെല്ലാം ഈ കർദമന്റെ മക്കളായി 9 മക്കളിൽ വരുന്നവരാ. ആ പേര് വേണമെങ്കിൽ കുറിച്ചു വെക്കാം. കല, അനസൂയ, ശ്രദ്ധ, ഹവിർഭു, ഗതി, ക്രിയ, ഖ്യാതി, അരുന്ധതി, ശാന്തി. ഇങ്ങനെ 9 മക്കളെയും ഈ ദേവഹൂതിയിൽ ഈ കർദമൻ സൃഷ്ടിച്ചു എന്ന് പറയുക. ശതവർഷമതവതീത്യസോയം നവകന്യാസമവാപ്യ. ഇവിടെ നവന്ന് വെച്ചാൽ 9 കന്യകമാരെയും ധന്യരൂപകളായ 9 കന്യമാരെയും സൃഷ്ടിച്ചിട്ട് വനയാന സമുദ്യുതോപി. വനയാന സമുദ്യുതോപി. സമുദ്യുത അപി. ഇദ്ദേഹത്തിന്റെ കാര്യം കഴിഞ്ഞല്ലോ. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതത്തിന്റെ നമ്മുടെ ഒരു പുരുഷാർത്ഥത്തിലേക്ക് അവർ പോവുകയാണ്. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇത് നമ്മൾ നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. ഇവരുടെ കർദമന്റെ ഗാർഹസ്ഥ്യത്തോടുകൂടി തീർന്നു. മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഗാർഹസ്ഥ്യത്തിന് പ്രസക്തിയില്ല, പോകണമെന്നുള്ളതാണ്. വാനപ്രസ്ഥത്തിന് പോവാം.
അങ്ങനെ വർദ്ധിതവൻ അതിന് തയ്യാറായി എന്ന് പറയാണ്. വനയാത്ര സമുദ്യുതോപി എന്നൊക്കെ വാനപ്രസ്ഥമല്ലേ ഉള്ളൂ, വീട്ടിൽ നിന്ന് അങ്ങ് വിടണം. അപ്പൊ ഇവിടെ വനമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിഞ്ഞാൽ മതി, ഇല്ലേ, നമ്മുടെ ഗാർഹസ്ഥ്യമൊക്കെ കഴിയുമ്പം. ഇവിടെ വനയാത്ര സമുദ്യുത, വനയാത്രയ്ക്ക് ആരംഭിക്കുന്നവനായി ഉദ്യതനായെങ്കിലും കാന്താഹിതകൃത്. ഉം ഈ ദേവഭൂതിക്ക് അത്ര തൃപ്തി വരുന്നില്ല. ദേവഹൂതിക്ക് വൈരാഗ്യമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്നാലും കർദമനെ പിരിയുന്നതിന്റെ ഒരു വിഷമമൊക്കെ പറയുന്നുണ്ടേ. അതാണ് കാന്താഹിതകൃത്, ഭാര്യയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ത്വജ്ജനനോത്സുകോ നവാൽസീത്. പിന്നെ കർദമനൊരു ആവശ്യം കൂടെ ഉണ്ടല്ലോ, ഭഗവാൻ കൊടുത്ത വരത്തി 9 പുത്രിമാരും സ്വമേവ സുതമുണ്ടല്ലോ, താൻ തന്നെയായ ആ സുതനെയും എടുക്കണ്ടേ. അതുകൊണ്ടാണ് ത്വജ്ജനനം ഇവിടെ എന്ന് പറഞ്ഞ. ത്വജ്ജനനം ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ തന്നെ ജനനം. കർദമന്റെ കപിലൻ വാസുദേവന്റെ അവതാരം വേണ്ടേ. അതാണ് ത്വജ്ജനനം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജനനത്തിന് വേണ്ടി, അവതാരത്തിന് വേണ്ടി അതിൽ ഉത്സുകനായി താല്പര്യമുള്ളവനായിട്ട് നെവാൽസീത് താമസിച്ചു എന്ന് പറയുകയാണ്. ദേവഹൂതിയുടെ ആഗ്രഹമുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുണ്ട്, ഭഗവാൻ കൊടുത്ത വരമുണ്ടല്ലോ അത് പൂർണ്ണമാക്കണ്ടേ. അതുകൊണ്ട് ദേവഹൂതിയായിട്ട് ഇദ്ദേഹം താമസിച്ചു എന്ന് പറയാം. അല്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയാണ് അവർ മഹർഷിമാർ, അവരെപ്പോഴും തൃപ്തരല്ലേ, ഒന്നിനും പ്രത്യേകിച്ച് കാമമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കർദമന് ഈ തൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിരിയണമെന്ന ആഗ്രഹം. പക്ഷേ ദേവഹൂതിക്ക് അത്രയും ഒരു ഇത് വന്നിട്ടില്ല, കുറച്ചു നാളും കൂടി പിരിയുന്ന വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തൻ്റെ ആ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടി കർദമൻ കുറച്ചു നാളുകൂടി ദേവഹൂതിയോടൊത്ത് കഴിഞ്ഞു എന്ന് പറയുകയാണ്. അതായത് ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ ഓരോ പിരിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവും. കർദമന്റെ കണക്കുള്ളൊരു മനസ്ഥിതി വേണം, അല്ലേ. കുമാരനാശാൻ ചിന്താവിഷ്ടയ സീത പറയും, പിരിയേണമരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ, അല്ലേ. ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരിയ ശോഭനമല്ല ജീവിതം. ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ, ഇവിടെ കർദമൻ ചരിതാർത്ഥനായി, എൻ്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് മക്കളുമായി അവരുടെ കല്യാണങ്ങളും ഒക്കെ നടത്തി കൊടുക്കും. അതെല്ലാം ശരിയായവർക്കെല്ലാം കൊടുക്കുന്നില്ലേ, വലിയ മരുമക്കളെല്ലാം കിട്ടി, എല്ലാം തൃപ്തനായി. അതുകൊണ്ടാണ് ഈ ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരിയ ശോഭനമല്ല ജീവിതം. പിന്നെ അവര് ഇരുന്ന് കഴിഞ്ഞാൽ കുഴയും. അതുകൊണ്ട് അവർ വാനപ്രസ്ഥത്തിലേക്ക് പോകണം. അതാണ് പിരിയേണം അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ. ഒരു നടൻ നല്ലോണം അഭിനയിച്ച്, നാടകമോ സിനിമയൊക്കെ അഭിനയിച്ച് അയാളുടെ റോള് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണികൾ വേളം ഉണ്ടാക്കും, ഇല്ലേ. അയാളുടെ അഭിനയത്തെ പറ്റിയൊക്കെ പിന്നെ കുറ്റം പറയും. അയാൾ ഉടനെ എന്തെങ്കിലും പിരിഞ്ഞാൽ വളരെ സുഖമായിരിക്കും, ഇല്ലേ. അത് കുമാരനാശൻ തന്നെ വീണപൂലൊക്കെ പറയത്തില്ലേ, സാധിച്ചു വേഗമഥവാ നിജ ജന്മകൃത്യം സാധിഷ്ടർ പോട്ട് ഇഹ സദാനിശി പാന്തപാദം ബാധിച്ച് രൂഷശില വാഴ്വതി നിന്ന് മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിത മല്ലികാമ്യം, അല്ലേ. സാധിച്ചു വേഗമഥവാ നിജ ജന്മകൃത്യം, തൻ്റെ ആ ജന്മകൃത്യം ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ജന്മമുണ്ട്, ഇവിടെ ഓരോ കൃത്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പം പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇതുപോലാണ് ഒരു രൂഷശില വഴി കിടന്ന ആളുകളുടെ പാദം വേദനിപ്പിക്കുന്ന കണക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് സാധിച്ചു വേഗമഥവാ നിജ ജന്മകൃത്യം സാധിഷ്ടർ പോട്ട്, സാധിച്ചു കഴിഞ്ഞവരെ പോട്ട് ഇഹ സദാനിശി പാന്തപാദം ബാധിച്ച്. പാന്തപാദം എന്ന് വെച്ചാൽ വഴിയാത്രക്കാരുടെ കാലിൽ ഇങ്ങനെ ഒരു കൂർത്ത കല്ലെത്രയോ നാൾ കിടക്കും. അതുപോലെ നമ്മുടെ ജീവിതം നീണ്ടുപോയി കഴിഞ്ഞാൽ അന്യർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നതേ. അതുകൊണ്ട് ഇവിടെ കർദമൻ എന്ത് ചെയ്തു, തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിരിയാൻ തയ്യാറായി. പക്ഷേ ഭാര്യയ്ക്ക് അത്ര വരാത്തത് കൊണ്ട് കാന്താഹിതകർ ത്വജ്ജനനോത്സുകോ, അങ്ങയുടെ ജനനത്തിന് വേണ്ടി അവിടെ തന്നെ വസിച്ചു എന്ന് പറയുകയാണ്. ശതവർഷമതവ്യധീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപ. വനയാനം എന്ന് വെച്ചാൽ പോക്ക്, വനം കാട്ടിൽ പോകുന്നതിന് സമുദ്യുതനാണെങ്കിലും, അതാണ് സമുദ്യുതോപി കാന്താഹിതകൃത്. കാന്ത വെച്ചാൽ ഭാര്യയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ത്വജ്ജനനോത്സുകോ, അങ്ങയുടെ ജനനത്തിന് ഉത്സുകനായിരിക്കുന്ന ആ കർദമൻ നെവാൽസീത് അവിടെ തന്നെ താമസിച്ചു എന്ന് പറയാണ്. 9ാമത്തെ ശ്ലോകം. നിജഭർതൃഗിര ഭവന്നിഷേവാ നിരതായ മദദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം വ്രതയിഷ്യൻ പരമാത്മ തത്വവിദ്യാം. നിജഭർതൃഗിര,
ഭവൻ നിഷേവാനിരതായാമത ദേവദേവഹൂത്യം. ഹേ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, നിജഭർത്തൃഗിര. അന്നേരം ഇങ്ങനെ കർദമൻ സമ്മതിച്ചല്ലോ കുറച്ചാളും കൂടെ താമസിക്കാവുന്ന. എന്നിട്ട് വർദ്ധവൻ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ പോയാൽ പോരാ, കുറെ ഇതൊക്കെ വേണം. കാരണം ഇനിയിപ്പം ജനിക്കാൻ പോകുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണേ. അതുകൊണ്ട് നീ കുറെ വ്രതങ്ങളും നിഗമവും അതൊക്കെ കുറെ ചര്യകളൊക്കെ ഉണ്ട്. ഒരു ഗർഭാധാനത്തിന് മുമ്പ് കുറെ ചര്യകളൊക്കെ എടുത്തില്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ പാഴായി പോവും. അതൊക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കർദമൻ ഭാര്യയെ വിളിച്ചിട്ട് കുറെ നിയമങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് സദാ ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കണം. അതാണ് നിജഭർത്തൃഗിര, തന്റെ ഭർത്താവിന്റെ വാക്കനുസരിച്ച് ഭവന്നിഷേവാനിരതായാം, അങ്ങയുടെ സേവയിൽ താല്പര്യമുള്ള ഏർപ്പെടുന്നവളായ ദേവഭൂതി. ദേവഭൂതി അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ സമയത്ത് കൂടുതൽ വായിക്കണം. വിഷ്ണു സഹസ്രനാമവും ഭാഗവതവും ഒക്കെ ഈ സമയത്ത് ഈ പെൺകുട്ടികളൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണെന്നാ പറയുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഗർഭാധാന സമയത്തൊക്കെ ഇതൊക്കെ വായിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തതികളുടെ മേന്മ കാണിക്കാൻ ഇതെല്ലാം ഇവിടെ പറയുന്നതേ. നിജഭർത്തൃഗിരാഭവൻ നിഷേവാനിരതായാം, ഭർത്താവായ കർദമന്റെ വാക്കനുസരിച്ച് ഗുരുവായൂരപ്പന്റെ സേവയിൽ വ്യാപൃതയായിരിക്കുന്ന ആ ദേവഹൂത്തിയിൽ കപിലസ്ത്വമജായത, സാക്ഷാൽ കപില മഹർഷി, കപില വാസുദേവൻ അജായത ജനിച്ചു. എന്തിനാണ് ജനിച്ചത്? ജനാനാം പ്രതയിഷ്യൻ പരമാത്മതത്വവിദ്യം. കാപിലം ഭാഗവത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് കാപിലം. അതായത് ദേവഹൂതിക്ക് മകനായ കപിലൻ തത്വം ഉപദേശിച്ചു കൊടുക്കുന്നത്. നമ്മൾ അടുത്ത ദിശവും അതാ. കപിലസ്ത്വമജായത ജനാനാം പ്രതയിഷ്യൻ. ഇത് അവർക്ക് മാത്രമല്ല, കാപിലം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടതാണ്. ദേവഹൂതിയിൽ കൂടി ജനത്തിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കപില വാസുദേവനായിട്ട് ഭഗവാൻ അവതരിച്ചു. അതാണ് പ്രതയിഷ്യൻ. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? പരമാത്മതത്വവിദ്യ. ആ പരമാത്മതത്വം, ആ അറിവിനെ കൊടുക്കാൻ വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ദേവഹൂതിയിൽ കർദമന്റെ മകനായി കപില വാസുദേവനായിട്ട് അവതരിച്ചു എന്ന് പറയുകയാണ്. ഇത് വളരെ ചുരുക്കിയ പറയുന്നതേ, വളരെ വിശാലമായിട്ടുണ്ട്. നിജഭർത്തൃഗിര ഭവൻ നിഷേവാനിരതായാം. അഥ പിന്നീട് സംഭവത്തിന് ശേഷം കർദമൻ താമസമായതിനു ശേഷം നിജഭർത്തൃഗിര, സ്വന്തം ഗിര എന്ന് വെച്ചാൽ ഗീര് വാക്കെന്ന ഭർത്താവിന്റെ വാക്കിനാൽ ഭവൻ നിഷേവ, കൂടുതൽ സേവിക്കുന്നവളായി ആയിരിക്കുന്ന ആ ദേവഭൂമിയിൽ കപിലസ്ത്വമജായത, കപിലനായ അങ്ങ്. അതാണ് കപിലസ്ത്വം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് കപിലൻ. അതാണ് കപിലസ്ത്വമജായത. എന്തിനാ ജനിച്ചത്? ജനാനാം പ്രതയിഷ്യൻ. പ്രതയിഷ്യൻ എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് ഈ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കപിലാവതാരം. അതാണ് കപിലസ്ത്വമജായത ജനാനാം പ്രതയിഷ്യൻ പരമാത്മതത്വവിദ്യം. അല്ലേ, മനസ്സിലാവുന്നില്ലേ? നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ശ്ലോകങ്ങളാ. നിജഭർത്തൃഗിരാവൻ നിഷേവാനിരതായാമതദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം പ്രതയിഷ്യൻ പരമാത്മതത്വവിദ്യം. അല്ലെ, ആത്മവിദ്യ, പരമാത്മാവിനെ കുറിച്ചുള്ള ആ അറിവാണല്ലോ പരമാത്മ തത്വം. അതിന്റെ വിദ്യ, അത് പ്രകാശിപ്പിക്കുന്ന ആ വിദ്യ പ്രതയിഷ്യൻ. 10ാമത്തെ ശ്ലോകം. ഈ ദശ തീർന്ന്. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. എല്ലാ ദശകത്തിലും പതിവ് പോലെ പട്ടതിരി പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ ദേവഭൂതിയിൽ കപിലാത്മാവായിട്ട് അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ ഈ രോഗങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ മാറ്റിത്തരാതിരിക്കുമോ? അതാണ് വനമേയുഷി കർദമേ പ്രസന്നേ. പ്രസന്നനായി. കാരണം എല്ലാം പുള്ളിക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു അല്ലേ. നമേ വാർത്താസ്തി കർത്തവ്യം തൃഷിലോ. ഇനി ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്, ഒരു കർത്തവ്യം ഇനി ബാക്കിയില്ല. അതുകൊണ്ട് വനമേയുഷി, വനത്തിൽ പോയി കർദമൻ. പ്രസന്നെ അല്ല, ഭഗവാൻ തന്റെ മകനായിട്ട് അവതരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാത്തിക്കില്ലേ? ഉണ്ണിയുണ്ടായി വേൾപ്പിച്ച് അതിൽ ഒരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ ഇരിക്കും.
അതായത് ഇനിയിപ്പോ സാക്ഷാൽ ഭഗവാൻ വന്ന് കപിലനായിട്ട് എനിക്കും കൊണ്ടിരുന്ന് കുറച്ച് കേൾക്കാമല്ലോ, അങ്ങനെയൊന്നും കർദമൻ ഇരിക്കില്ല. കർദമന്റെ ജോലി കഴിഞ്ഞാൽ ഉടനെ പിരിയണം, അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവനെന്ന് കർദമൻ അറിയാം. അതുകൊണ്ട് വനമേയുഷി കർദമേ പ്രസന്നേ, വളരെ പ്രസന്നനായി കർദമൻ വനം പ്രാപിച്ചപ്പോൾ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ. രണ്ടു വർണ്ണം കപിലസ്വരൂപം എടുത്തിരിക്കുന്ന കപിലാത്മാവായിരിക്കുന്ന കപിലന്റെ രൂപമെടുത്തിരിക്കുന്ന വായുമന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്തു? ഈ കപില വാസുദേവൻ മതസർവസ്വമുപാദിശൻ ജനന്യേ, ജനനി എന്ന് വെച്ചാൽ അമ്മ, ഇവിടെ അമ്മയായ ദേവഭൂതിക്ക് തന്റെ ആ മതം, അതാണ് കാപിലം എന്ന് പറയുന്നത്, കപില മതം പ്രത്യേക മതമാണ്. സാഖ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സാഖ്യമതമാണത്. സാഖ്യം അതാണ് കപില മത സർവസ്വം. ആ കാവിലം മൊത്തം അമ്മയ്ക്ക് വേണ്ടി ഉപദേശിച്ച, അല്ലയോ ആ കപില രൂപമെടുത്ത ഗുരുവായൂരപ്പ. അതാണ് കപിലാത്മക വായുമന്ദിരേശ. എന്തു വേണം? ത്വരിതം ത്വം പരിവാഹി, ഒട്ടും താമസിയാതെ, ത്വരിതം വളരെ വേഗത്തിൽ, ത്വം അങ്ങ് മാം പരിവാഹി എന്നെ രക്ഷിക്കുക. എന്താത്തിന്ന്? ഗതൗഖം, ഗതം എന്ന് വെച്ചാൽ അസുഖം. അസുഖക്കൂട്ടങ്ങളോടുകൂടി ഇവിടെ ഇരിക്കുകയല്ലേ, എഴുതിയില്ല. അകപ്പടെ ഇപ്പം 14 ദശകമേ ആയുള്ളൂ. പഴയ പ്രാർത്ഥന തുടങ്ങിയിരിക്കുക, ഇനിയും ബാക്കി എഴുതാൻ കിടക്കുന്നു. എന്നിട്ടും ആ പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് പരിപാഹി മാം ഗതൗഘാത്, എൻ്റെ ഈ അസുഖങ്ങളിൽ നിന്ന് ഭഗവാനെ ഗുരുവായൂർ മന്ദിരേശ എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ, ജനനി എന്ന് വെച്ചാൽ ജനനിക്കായി, മതസർവസ്വം തന്റെ ആ കാപില സിദ്ധാന്തം മൊത്തം ഉപാദിശൻ ഉപദേശിക്കുന്നവനായ കപിലാത്മക വായുമന്ദിരേശ, കപിലസ്വരൂപിയായ വായുമന്ദിരേശ ഗുരുവായൂരപ്പ, ത്വരിതം ത്വം അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥന. ഇനി ഞാൻ പെട്ടെന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടോ. കപിലാവതാരം. സമനുസ്മൃതതാപകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവങ്കജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമയേ ഖലു തത്ര കർദമാക്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാമയുധം സമാസിഷേവേ. ഗരുഡോപരി കാളമേഘഗംഭ്രം വിലസൽ കേളിസരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം ബപുരാവിഷ്കുരുഷേ സ്മ കർദമായ. സ്തുപതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാവിപുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. സമനുഷ്യതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം. മനുനോപഹൃതം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോത്സൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. സപുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ ബഹരദ്ദേവപദേഷു ദേവഹൂത്യ. ശതവർഷമതവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്യുതോപി കാന്താഹിതകൃത് ത്വജ്ജനനോത്സുകോ നവാത്സീത്. നിജഭർതൃഗിരാഭവന്നിഷേവാ നിരതായാമതദേവദേവഹൂത്യാം കപിലസ്ത്വമജായത ജനാനാം വ്രതയിഷ്യൻ പരമാത്മതത്വവിദ്യം. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ
ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. ഇനി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ. അവർക്ക് സംശയമില്ല, വളരെ എളുപ്പമുള്ള ദശ വേണ്ടായിരിക്കും. മാഷെ, ആ 9 മക്കള്. ആ, അവരുടെ പേര് വേണോ? അന്ന് എഴുതിയെടുക്കാനാണ്. കല, കല, അനസൂയ. ഒരു സെക്കൻഡ് മാഷ, ഒരു സെക്കൻഡ്. കല, ആദ്യത്തെ മോള് കല. ആദ്യമല്ല, എല്ലാം ഒരുമിച്ചാ ജനിച്ചതേ. കല, അനസൂയ, ശ്രദ്ധ, ഹവിർഫു. ശ്രദ്ധ കഴിഞ്ഞിട്ടാണ് സാറേ. ഹവിർഫു, ഹവിസ് എന്ന് പറയത്തില്ലേ, ഹവിസ് എന്ന് ജനിക്കുന്നല്ല, ഹവിർഫു. ഹവിസ് എന്നുള്ള ഹവിർഫു. ഗതി, മനസ്സിലായി. ഗതി, ക്രിയ, ക്രിയ, ഖ്യാതി, 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 ഓക്കെ. അരുന്ധതി. ഖ്യാതി കഴിഞ്ഞിട്ടാണ് സാറേ അരുന്ധതി, അരുന്ധതി ദേവി വളരെ ഫേമസ്, വസിഷ്ഠന്റെ രാമായണത്തിലൊക്കെ ഇല്ലേ അരുന്ധതി. അരുന്ധതി. അരുന്ധതി, പിന്നെ ശാന്തി. ഇതൊക്കെ ചിലതൊക്കെ നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ ഇടുന്ന പേരല്ലേ, കല, പിന്നെ ശാന്തി. എന്റെ പേര് ശാന്തി എന്നാ സാറേ. എന്റെ പേര് ശാന്തി എന്നാ. നല്ലത്, നല്ലത്. അന്നേരം ഈ 9 പേരുടെയും ഭർത്താക്കന്മാരുണ്ട്, അത് നമ്മളിപ്പം തൽക്കാലം അറിയണ്ട. കല മരീചി, അനസൂയ അത്രി, ശ്രദ്ധ അങ്കിരസ്, കവിർഹു പുലസ്ത്യൻ, ഗതി പുലഹൻ, ക്രിയ ക്രതു, ഖ്യാതി ഭൃഗു. ഭൃഗു മഹർഷിയുടെ ഭാര്യയുടെ പേരാണ് ഖ്യാതി. പിന്നെ വസിഷ്ഠൻ അരുന്ധതി, പിന്നെ അഥർവനാണ് ശാന്തി. ഇതൊന്നും ഓർത്ത് നമ്മൾ കൂടുതൽ സമയം കളയണ്ട. ഇതിലൊന്നും വലിയ ഇതില്ലാത്തതുകൊണ്ടാണ് പട്ടതിരി ഇത് നവപുത്രി എന്നങ്ങ് പറഞ്ഞ് വിട്ടതേ. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ നാരായണീയം പഠിക്കുമ്പോഴേ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ലതാ. ഓർത്ത് വെച്ചിരിക്കുന്ന കൊള്ളാം. അതെ. ഇനി ഏതുണ്ട്? സാറേ 10ാമത്തെ ശ്ലോകത്തിലെ 2ാമത്തെ വരി മത സർവസ്വമുപാധി മത സർവസ്വം. മതം ഇവിടെ പറയുന്നത് കാപില മതമാണേ, അതായത് സ്വമതം, എന്റെ മതം കപില മതമാണ്. കപിലൻ സ്ഥാപിച്ചതാണ് ഈ കാപിലം, സാഖ്യം. അത് സർവസ്വം, എല്ലാ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള സർവസ്വം മതം, എല്ലാ മതവും. ജനന്യേ ഉപാധിശൻ. ജനനി എന്ന് വെച്ചാൽ അമ്മ, അമ്മയുടെ ദേവഹൂതി, ദേവഹൂതിക്ക് ഉപദേശിക്കുന്നവനായ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ടാണ് കപിലാത്മക വായുമന്ദിരേശ എന്ന് പറഞ്ഞതേ. മനസ്സിലായി. വനമേയുഷി കർദ്ദമേ പ്രസന്നേ. നീ ഏതാ? ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലിക്കോ, കാരണം സമയമുണ്ടല്ലോ നമുക്ക്. ആരെങ്കിലും ചൊല്ലണോ അറിയാവുന്നവർക്ക് ചൊല്ലാം. സാറേ. ഓ ഓ ഓ, എല്ലാരും കേക്കണേ, ബാക്കിയുള്ളവര്. സമനുസ്കൃതതാവഗാംഗ്രിയുഗ്മാ സമനുപങ്കജ സംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സമയേ ഖലു തത്ര കർദ്ധമാക്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയമാജാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാമയുധം സമാസിഷേവേ ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭൂത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീം കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ
സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ട സമഗാത് കർദമമാഗതി പ്രതീക്ഷം മനുനോ ബഹൃദാം ച ദേവഹൂതീം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വിഹരദ്ദേവ പദേഷു ദേവഹൂത്യാ ശതവർഷമദവ്യതീത്യ സോയം നവകന്യാ സമവാപ്യധന്യരൂപാ വനയാന സമുദ്യതോപി കാന്താ ഹിതകൃത്തോജ്ജനനോത്സുഗോന്യവാത്സീത് നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാമദേവ ദേവഹൂത്യാം കപിലസ്ത്വമജായതാ ജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം വനമേയുഷി കർദമേ പ്രസന്നേ മത സർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മഗവായുമന്ദിരേശ തുരിതം ത്വം പരിപാഹി മാം ഗദൗകാത്. കൊള്ളാം. എന്തെങ്കിലും സംശയം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം അല്ലേ? എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? പിന്നെ ഇത് എളുപ്പമുണ്ട് ഒരു ഈസി ഞാൻ പറഞ്ഞില്ലേ, കുറിച്ച് വെക്കണം.